നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അനിയെ നവീൻ ഫോൺ ചെയ്യുവാണ്. നവീൻ ഒരു സമാധാനമില്ല. നന്ദുവിനോട് അനി കാര്യങ്ങളൊക്കെ പറഞ്ഞോന്ന് അറിയണമല്ലോ, അതിനു വേണ്ടിയിട്ട് ഫോൺ ചെയ്യുക. അനിയാണ് ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ടാണ് കോൾ എടുക്കുന്നത്. എന്താടാ? എടാ, ഞാൻ പറഞ്ഞ കാര്യം നീ നന്ദുവായിട്ട് സംസാരിച്ചോ? ഇല്ലടാ. അതെന്താടാ സംസാരിക്കാത്തെ? അതങ്ങനെ പെട്ടെന്ന് ചാടിക്കേറി പറയാൻ പറ്റുമോ? അവൾ എങ്ങനെയാ പ്രതികരിക്കുന്നതെന്ന് അറിയത്തില്ല. എടാ, അത് അത്ര വലിയ തെറ്റാണോ? എനിക്ക് അവളെ ഇഷ്ടമാന്ന് പറയണേ. എടാ, നല്ല ഫ്രണ്ട്സ് അല്ലേ? ഒരു പക്ഷേങ്കിലും ഞാനിത് അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ തെറ്റുമോന്ന് പോലും എനിക്ക് പേടിയുണ്ടെന്ന് പറയാം. അത് കേട്ടപ്പോൾ നവീൻ ചോദിച്ചു, അതെന്താടാ അങ്ങനെ? അല്ല, അത് പിന്നെ എനിക്ക് പറയാനൊരു സമയവും സന്ദർഭമൊക്കെ കിട്ടട്ടെ. അതിന് അതിന്റെ നീക്കനുസരിച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ചാടിക്കയറി പറയാൻ പറ്റില്ല. പിന്നെ നിനക്കറിയാലോ, ഇപ്പൊ ആദർശമായിട്ടും പോയതിനു ശേഷം കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ വേണം നോക്കാനായിട്ട്. അങ്ങനെ കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയി. ഓക്കെ, ശരി. എങ്കിലും നിനക്ക് സമയം കിട്ടുന്ന പോലെ നീ അവളെ വിളിച്ച് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് നവീൻ കോള് കട്ട് ചെയ്തു. എനിക്ക് ആകെപ്പാട് ടെൻഷനായി. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കുമാണ് ഫോണിലേക്ക് നന്ദുവിന്റെ കോള് വരുന്നത്. അനി കോൾ എടുത്തിട്ട് ചോദിച്ചു, എന്താടി? അതെ, കമ്പനിയുടെ താൽക്കാലിക MD ആകാൻ പോകുമോ നാളെ? എന്നിട്ടോ കിടന്നുറങ്ങിയില്ലേ? നേരത്തെ കാലത്ത് കിടന്നുറങ്ങണ്ടായിരുന്നോ? ഉറങ്ങാൻ പോവായിരുന്നു. അതോ ഇനി വല്ല സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുവാണോ? ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, സ്വപ്നം കാണാനായിട്ട് എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. ഓ, അപ്പോഴേക്കും നന്ദു പറഞ്ഞു, പിന്നെ നിന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും എനിക്ക് വേറെ ആരെങ്കിലും ഉണ്ടെന്ന്. എനിക്ക് നീ മാത്രം ഉള്ളടാന്ന് പറയണ. അത് കേട്ടപ്പം എനിക്ക് എന്തോ ഒരു സമാധാനമായി. എന്നാ ശരി, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് ഒക്കെ പറഞ്ഞ് അനി നന്ദു കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും അനി ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ, അവളുടെ മനസ്സിൽ താൻ മാത്രമേ ഉള്ളൂ. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കുമോ? ഇനിയിപ്പം നവീന്റെ കാര്യം അറിഞ്ഞുമ്പോൾ അവളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം അനിയുടെ ഉള്ള ഉറക്കം കൂടെ നഷ്ടപ്പെട്ടു. വല്ലാത്തൊരു ടെൻഷൻ അനിയെ ബാധിച്ചു. അതേസമയത്ത് നയന ആദർശിന്റെ നയനയുടെ വിവാഹ ഫോട്ടോയൊക്കെ ഇങ്ങനെ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നയനയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആദർശില്ലാത്തതിന്റെ. അപ്പോഴേക്കാണ് ആദർശിന്റെ കോള് വരുന്നത്. എന്താ, നീ ഉറങ്ങിയോന്ന് ചോദിക്കുക. അത് കേട്ടപ്പം നയനോട്, ഞാനാ ആദർശേട്ടനും ഞാനും കൂടെയുള്ള ആ കല്യാണ ഫോട്ടോസൊക്കെ ഫോണിനകത്ത് കാണുമായിരുന്നു. എന്താ നീ ഉറങ്ങാത്തെ? എനിക്ക് ഉറക്കം വന്നില്ല. നീ ആഹാരം കഴിച്ചോ? ഇല്ല, ഞാനിവിടെ പട്ടിണി കിടക്കുക. പിന്നെ എന്റെ അമ്മയും മുത്തശ്ശി ഉള്ളിടത്തോളം കാലം നീ അവിടെ പട്ടിണി കിടക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ. അതെ, ആദർശേട്ടൻ കഴിച്ചോ? ഞാൻ കഴിച്ചു. ഒരു കാര്യം ചെയ്യ, നീ കിടന്നോളാൻ പറയാണ്. ഇനിയിപ്പം എനിക്ക് കുറച്ച് ജോലികളൊക്കെ ബാക്കിയുണ്ട്. അല്ല ആദർശേട്ടാ, അത് പിന്നെ എന്താ? ആദർശൻ ഇനി എപ്പോഴാ വിളിക്കണേ? ഇനിയിപ്പം നാളെ രാവിലെ 7 മണിയാകുമ്പത്തേനും വിളിക്കാം. നീ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് കോള് കട്ട് ചെയ്തു. പിന്നീട് നയന ഇങ്ങനെ ആദർശിനെ കുറിച്ച് ഓർത്തിരിക്കുവാണ്. പിന്നീട് പിറ്റേ ദിവസമായി. അനി രാവിലെ തന്നെ കമ്പനിയിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോ ജാനകി വന്നിട്ട് ചോദിച്ചു, എടാ, നീ ഈ ഷർട്ട് ഇട്ടുകൊണ്ടാണോ പോന്നെ? എന്താമ്മ ഈ ഷർട്ടിന് കുഴപ്പം? എടാ, ഇന്ന് നീ പുതിയ MD ആയിട്ട് ചാർജ് എടുക്കാൻ പോവല്ലേ? ഓ, അതാണോ? എന്റെ അമ്മ, താൽക്കാലികമായിട്ടല്ലേ? ഒരു രണ്ടാഴ്ചത്തേക്കല്ലേ ഉള്ളൂ. എടാ, രണ്ടാഴ്ചത്തേക്കാണല്ലോ. ഒരു ദിവസത്തേനാണെങ്കിലും അതിൻ്റെതായ ലുക്കിലൊക്കെ പോണം. ഒരു MDയുടെ ലുക്കില്. അതിന്റെ ആവശ്യമൊന്നുമില്ലമ്മേ. ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു, നിനക്ക് എന്താവിടെ ഒരു പുച്ഛമൊന്നും അല്ല. എനിക്ക് ആദർശേട്ടൻ MD ആയിട്ട് ഇരിക്കുന്ന ഇഷ്ടം. ആദർശേട്ടന്റെ കീഴിൽ ജീവിക്കാനാ എനിക്കിഷ്ടം. അത് കേട്ടപ്പം ജാനകി പറഞ്ഞു, എടാ, അതങ്ങനെ തന്നെ മതി. കാരണം എനിക്കും അതിനോട് താല്പര്യം കൂടുതല്. പക്ഷെ അതല്ല, രണ്ടാഴ്ചത്തേക്കാണെങ്കിലും നീ അതിൻ്റെതായ ഒരു ഗെറ്റപ്പിലൊക്കെ പോണ്ടേ. അനി പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോന്ന് എനിക്ക് തോന്നില്ല. ഇപ്പൊ ആദർശേട്ടൻ ചെയ്യുന്നതിന്റെ 4 ഒന്നുപോലും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. ആ സമയം ജാനി പറഞ്ഞു, അങ്ങനെ നീ പറയരുത്. കാരണം നീ കയറിയ ഉടനെ എന്തൊക്കെ മാറ്റങ്ങളാ കൊണ്ടുവന്നേ. അബിയെ എടുത്ത് പുറത്ത് കളഞ്ഞില്ലേ? അത് കേട്ടപ്പം അനി പറഞ്ഞു, അത് ശരിയാ, അബിയെ ഞാൻ എടുത്ത് പുറത്ത് കളഞ്ഞു. എന്നെ ആരും ചോദ്യം ചെയ്യാനൊന്നും വന്നില്ല. കാരണം അവർക്കൊക്കെ അറിയാം അബി പുറത്തു പോയത് ശരിയാന്നുള്ള കാര്യം. പക്ഷെ നവ്യേച്ചി നായടുത്തേക്ക് ഇത് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായത്. അത് നീ കാര്യമാക്കി എടുക്കണ്ട. അനി പറഞ്ഞല്ലേ, ആര് കാര്യമാക്കി എടുക്കുന്നു? ഇപ്പോഴാണെങ്കിൽ നവ്യേച്ചി എല്ലാരും കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നുണ്ട്. അവസാന സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ആ കാല് പിടിച്ച് കരയാനായിട്ട് പോന്നേ. എന്താണ് നീ അങ്ങനെ പറഞ്ഞേ? സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോ നവ്യടുത്ത് എന്താണെങ്കിലും ആദർശന്റെ കാല് പിടിച്ച് കരയും അമ്മയെന്ന് പറയാ. എനിക്ക് തോന്നുന്നേ എന്തൊക്കെയോ ഞാൻ അറിയത്തില്ലാത്ത ഇവിടെ പല രഹസ്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് ആരോട്ട് പറയാനും കൂട്ടാക്കുന്നില്ല. അതൊക്കെ അമ്മ വഴിയെ മനസ്സിലായിക്കോളും. തൽക്കാലത്തേക്ക് ഇപ്പൊ അതൊക്കെ അറിഞ്ഞാൽ മതി. ആ സമയം ജാനകി പറഞ്ഞു, നിന്റെ വിസിറ്റിംഗ് കാർഡില് GM എന്ന് പറഞ്ഞ് GMന് പകരം ജൂനിയർ MD എന്നും കൂടെ ചേർക്കണം. അങ്ങനെയൊക്കെ ആലോചന ഉണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനുയോദിച്ചു, എന്താ ജൂനിയർ MD എന്നോ? അതെന്നെ, ആദർശിന്റെ കീഴില്. അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ. അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമില്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ. എടാ, അങ്ങനെയൊക്കെ ഉണ്ട് ഒരു ഗുമ്മുണ്ട്. കാരണം നിനക്ക് നല്ല നല്ല ആലോചനകളൊക്കെ വരും. എൻ്റെ അമ്മേ, ഈ
കല്യാണോ കുടുംബജീവിതത്തോട് അല്ല കല്യാണം ഈ കമ്പനിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ നിന്റെ ഏട്ടൻ ആദർശ് കൊണ്ടുവന്നോ? നായനെ പോലെ നല്ലൊരു മരുമകൾ വേണം ഈ കുടുംബത്തിലേക്ക് കയറി വരാനായിട്ട്. കുടുംബമൊക്കെ നന്നായിട്ട് നോക്കി മുന്നോട്ട് പോകുന്നൊരു മരുമകൾ ഉറപ്പായിട്ട് നിനക്കത് കിട്ടും. പണവും പത്രാസും ഒന്നും ഞാൻ നോക്കുന്നില്ല, പക്ഷെ നല്ലൊരു മരുമകളെ മാത്രമാണ് ഞാൻ നോക്കുന്നത്. എന്തേലും ആട്ടെ, ഇറങ്ങാൻ സമയമായെന്നും പറഞ്ഞോണ്ട് മുറിന്ന് അനി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ജയനും അജയനും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശി ചോദിച്ചു, അല്ല മോളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം അനിയും നന്ദുവും തമ്മിൽ ആ പഴയ അടുപ്പൊന്നും ഇല്ലാന്ന് തോന്നല്ലേ? അവർ തമ്മിൽ അങ്ങനെ കാണലും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നല്ലേ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും നായർ പറഞ്ഞു, അതിലൊരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നന്ദുവിനാണെങ്കിലും എനിക്കാണെങ്കിലും തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അവരിടയ്ക്ക് കാണുന്നുണ്ടോ അല്ലെന്നും നമുക്കറിയില്ലല്ലോ മുത്തശ്ശി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു, അല്ല എന്താണെങ്കിലും അവര് തമ്മിലുള്ള കല്യാണം നടക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് വേറെ ഒരു നല്ല ബന്ധം ആലോചിച്ചുകൂടെ? അജയൻ, നിന്റെ അഭിപ്രായമാണ്, നിന്റെ മകനാണ്, നീയാണ് തീരുമാനം എടുക്കട്ടെ. അജയൻ പറഞ്ഞു, ഞാനിപ്പോ എന്ത് പറയാനായിട്ടാ? എത്ര ആലോചനകൾ കൊണ്ടുവന്നു, അവൻ എന്തേലും ഒന്ന് പിടിക്കണ്ടേന്ന് ചോദിക്കുക. നല്ല നല്ല പെൺകുട്ടികൾ വന്നാലും അവൻ അതൊന്നും ഇഷ്ടപ്പെടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് ജലജ അങ്ങോട്ട് വരുന്നേ. ജലജ പറഞ്ഞു, ഹബി പറയണ എന്താണെന്നറിയാവോ, ഇപ്പോഴും അവനും അവളും തമ്മിൽ കാണുന്നുണ്ടെന്നാ. ഇത് കേട്ടപ്പോൾ മുത്തശ്ശന് ദേഷ്യം വന്നു. നീ ഒരക്ഷരം മിണ്ടരുത്, നിന്റെ മോൻ പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ വന്ന് പറയേണ്ട കാര്യമില്ല. അവൻ പറയുന്ന ആര് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്താണ് ജാനകി അനിയും കൂടെ അങ്ങോട്ട് വരുന്നേ. അനി വന്നിട്ട് പറഞ്ഞു, മുത്തശ്ശ, ഇന്ന് താൽക്കാലികമായിട്ട് ഞാൻ ചാർജ് എടുക്കാൻ പോവാണ്, മുത്തശ്ശന്റെ അനുഗ്രഹം ഉണ്ടാവണമെന്നും പറഞ്ഞ് കാല് തൊട്ട് അങ്ങനെ അനുഗ്രഹം മേടിക്കുകയാണ്. മുത്തശ്ശൻ പറഞ്ഞു, നന്നായി വരുമെന്ന് പറഞ്ഞ ആ സമയം അനി പറഞ്ഞു, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മേഖലയിലേക്കാണ് ഞാൻ പെട്ടെന്ന് കടന്നത്. എനിക്ക് അത്ര നല്ല പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല. ജയൻ പറഞ്ഞു, അങ്ങനെ നീ പറയൊന്നും വേണ്ട, നീ മിടുക്കനാന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഇത്ര പെട്ടെന്ന് നിനക്ക് ഈ പൊസിഷനിൽ എത്താനായിട്ട് സാധിച്ചേ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ജലജയ്ക്കാണ് ആകെപ്പാടെ ടെൻഷനായി. ജലജയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. ജലജ ഇങ്ങനെ ദേഷ്യഭാവത്തോട് കൂടിയിട്ട് അനിയെ നോക്കുകയാണ്. കാരണം എനിക്ക് വരാം അബിക്കാണ് ആ സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാവുമായിരുന്നു. അതിന്റെ ഒരു അസൂയും കുശുമ്പും ഒക്കെ ജലജയ്ക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ജലജയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ ജലജ ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറി വരുവാണ്. എന്നിട്ട് അബിയോട് പറഞ്ഞു, നീ ഇവിടെ ഇങ്ങനെ നിന്നോ, താഴെ എല്ലാ സ്ഥാനമാനങ്ങളും അവന് കിട്ടിയിരിക്കുക. ഇപ്പൊ ജൂനിയർ MD ആയിട്ട് അനി വരുവാന്ന് പറയാ. അവൻ വരട്ടേമേ. എടാ, നിനക്ക് എന്തേലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെയായിട്ടും? നീ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നല്ലാതെ എന്തേലും കാര്യമുണ്ടോ? എന്റെ അമ്മയ്ക്ക് അറിയത്തില്ലാത്തോണ്ടാ. അധികം വൈകാതെ തന്നെ ഇവിടെ അനന്തപുരിയിലുള്ളവരെല്ലാം കിടന്ന് കരയും. എന്നെ 14 ദിവസത്തിന് ജയിലിലടച്ചു ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആദർശിനെ നമ്മൾ ജയിലിലടയ്ക്കാൻ പോവാ. എടാ, അതെങ്ങനെ? എന്റെ അമ്മേ, നവ്യ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയില്ലേ AM ജ്വല്ലറിക്ക് വേണ്ടിയിട്ട്? ഗൾഫിലും അവരാണ് മോസ്തി ജ്വല്ലറിയുടെ പ്രധാന ശത്രുക്കൾ എന്ന് പറഞ്ഞാല്. അധികം വൈകാതെ കേരളത്തിലും AM ജ്വല്ലറി ക്ലച്ച് പിടിക്കും കണ്ടു. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനുമാണ് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. എന്താണെങ്കിൽ ന്യൂ ഇയർ വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മൂർത്തി ജ്വല്ലറി ഫ്രണ്ടിൽ തന്നെ നിൽക്കും. പക്ഷെ അതിനുശേഷം വിഷു തൊട്ട് അവരായിരിക്കും കയറാനായിട്ട് പോകുന്നത്. അമ്മയ്ക്ക് സന്തോഷം സമാധാനമാണെന്ന് വേറൊരു വാർത്തയും കൂടെ പറയാം. ഈ പറയുന്ന ആദർശ് ജയിലിലേക്ക് പോകാൻ പോവാ. ജയിലിലേക്കോ? അമ്മേ, എന്നെ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് ആഭരണമാക്കി വിറ്റതിന്റെ പേരിലല്ലേ അകത്താക്കിയത്. സ്വർണ്ണക്കടത്തിന്റെ പേരില ആദർശ് ജയിലിലാൻ പോകുന്നത്, അതും ഗൾഫിലെ ജയിലില്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ കുറെ ഉഷ്ണിക്കും, വെള്ളം കുടിക്കും ആദർശിനെ ഒന്ന് പുറത്തിറക്കാനായിട്ട്. അമ്മ കണ്ടോ, അതിന്റെ പരിപാടികളൊക്കെ അമ്മ കാണാൻ പോന്നേ. അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടു കൂടിയിട്ട് അഭി അങ്ങോട്ട് കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോ അനി കമ്പനിയിലേക്ക് പോണ ആ സമയത്താണ് നന്ദുവിന്റെ കോള് വരുന്നത്. അതെ, താൽക്കാലികമായിട്ട് MD ആയിട്ട് ചാർജ് എടുക്കാൻ പോവല്ലേ? അങ്ങനെയാണെങ്കിൽ കൺഗ്രാസ് എന്നൊക്കെ പറഞ്ഞു അനിയോട്. പക്ഷെ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നന്ദു പറഞ്ഞു, എന്താ പറ്റി? വല്ലാതിരിക്കണേ, ഞാനായിരിക്കും ആദ്യമായിട്ട് വിളിച്ച് കൺഗ്രാസ് പറയണല്ലേന്ന് ചോദിക്കുകയാണ്. അനി പറഞ്ഞു, അതേന്ന് പറയാ. അല്ല, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ നിനക്ക്. നവീനായിട്ട് വിളിക്കോ മറ്റോ ചെയ്തോ? ഇല്ല, നവീൻ വിളിച്ചില്ല. കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു പറയണം. ഓ, അങ്ങനെയാണല്ലേ. എന്താടി നീ അങ്ങനെ ചോദിച്ചേ? അല്ല, വെറുതെ ചോദിച്ചാ. നവീനേട്ടൻ വിളിക്കണ്ടായിരുന്നു കൺഗ്രാസ് ഒക്കെ പറയാനായിട്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ. എന്താടി, നിനക്ക് നവീനെ ഇഷ്ടമാണോ? പിന്നല്ലാതെ നവീനേട്ടനെ ആരെ ഇഷ്ടപ്പെടാതിരിക്കുന്നേ? ആള് നല്ല സ്മാർട്ട് അല്ലേന്ന് ചോദിച്ചു. ഓ, അപ്പൊ നിനക്ക് പ്രേമമാണോ? പ്രേമം അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് നീ ഉണ്ടല്ലോ. അപ്പൊ ഞാനില്ലായിരുന്നെങ്കിൽ നീ നവീനെ പ്രണയിക്കുമായിരുന്നോ? പിന്നല്ലാതെ ഏത് പെൺകുട്ടിയാ നവീനേട്ടൻ ഇഷ്ടപ്പെടാതിരിക്കുന്നേ? ആള് നല്ല സ്മാർട്ടാണ്, താനും നല്ല സ്വഭാവമാണ്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം താനൊരു തടസ്സമാണോ എന്നൊരു ചിന്ത അനിയുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അനി ഇങ്ങനെ ഒന്ന് ആലോചിക്കണം. അപ്പോഴേക്കും നവീന്റെ കോള് വന്നു. എന്താടാ, നീ എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ? അത് പിന്നെ ഞാൻ എന്ത് പറയാനാ, നന്ദുവിനോട് ആ കാര്യങ്ങളൊന്നും പറയാത്തോണ്ട്. അതും പറഞ്ഞിട്ട് നിനക്ക് എന്നെ വിളിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ?
അല്ലടാ നിനക്ക് നിരാശയാവോന്ന് ഓർത്തിട്ട്. എന്ത് നിരാശ? അതിന് നീ നന്ദുവിനോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് ഉറപ്പുണ്ടാ അവള് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഞാനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. അതിന്റെ ഒരു ത്രില്ലില്ല ഞാൻ. നമ്മൾ ആരെങ്കിലും പ്രണയിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൂടെ കേട്ടുകഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. എന്ത് ചെയ്യാൻ പറ്റും? നവീനോട് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്ത അനിയുടെ മനസ്സിലുണ്ട്. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് ചാർജ് എടുക്കാൻ വേണ്ടിയിട്ട് അനി കമ്പനിയിലേക്ക് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പം അനി കമ്പനിയിലേക്ക് വരുവാണ്. അപ്പൊ സ്റ്റാഫുകൾ എല്ലാവരും കൂടെ കൂടി അവന് ബൊക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ടാണ് സ്വീകരിക്കുന്നത്. ആ സമയത്ത് അവിടുത്തെ മാനേജർ വന്നിട്ട് പറഞ്ഞു, അതെ ഇപ്പോഴത്തെ ജൂനിയർ എം ഡിക്ക് സ്വാഗതം എന്ന് പറയണം. അതെ, ജൂനിയർ എം ഡി സീനിയർ എം ഡി എന്നൊന്നുമില്ല. എനിക്ക് എന്താണെങ്കിലും ആദർശനും തന്നെ എപ്പോഴും കമ്പനിയുടെ എം ഡി. ഞാനൊരു 2 ആഴ്ചത്തെ കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും മാനേജർ പറഞ്ഞു, അങ്ങനെ പറയല്ലേ സാറേ, ജൂനിയർ എം ഡി ആന്നാ ആദർശ് സാർ എപ്പോഴും പറയണേ. അങ്ങനെയൊന്നും ഇല്ല. കാരണം ഇപ്പോഴത്തെ ഇതില് ആദർശൻ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഗൾഫിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആദർശൻ അങ്ങോട്ട് പോയിരിക്കുന്നത്. ആദർശേട്ടൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ പഴയ സ്ഥാനത്ത് തന്നെ ആയിരിക്കും. അത് കേട്ടപ്പോൾ മാനേജർ പറഞ്ഞു, സാറ് വന്നതിന് ശേഷമാണ് കമ്പനി ഭയങ്കര പുരോഗതി ഉണ്ടായെന്നൊക്കെ പറയണത്. സാറ് നിൽക്കുന്ന ബ്രാഞ്ചിലാണല്ലോ ഏറ്റവും കൂടുതൽ വിജയം. അത് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ കഴിവുകൊണ്ടാ ആദർശൻ എന്നെ അത്ര നല്ല സ്റ്റാഫുകളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാ എനിക്ക് ഈ വിജയം കൈവരിക്കാൻ പറ്റിയത്. ഇനി അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാ എൻ്റെ ആഗ്രഹം. നിങ്ങൾ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. അതും പറഞ്ഞിട്ട് അതിന് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയം അബി ചില പ്ലാനുകളൊക്കെ നടത്തുവാണ്. അബിയുടെ മനസ്സിൽ വൈരാഗ്യ ബുദ്ധിയായിരുന്നു, പ്രതികാരമായിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.